ആദ്യമേ 2 പുസ്തകത്തിൻ്റെയും പര്യാപ്തതയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ജനാബ് MM അക്ബർ മൗലവി പറഞ്ഞു, ബൈബിൾ അതെല്ലാം ഒന്നും ദൃക്സാക്ഷി വിവരണങ്ങളല്ല, സുവിശേഷങ്ങൾ ദൃക്സാക്ഷി വിവരണങ്ങളേ അല്ല. ആരൊക്കെയോ കേട്ടു പറഞ്ഞ ചില കഥകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ള വാചനയാണ് അദ്ദേഹം അതിനു മുമ്പ് ചവർന്ന് വിളിച്ചത്, അല്ലേ? ഇത് ആരൊക്കെയോ പറഞ്ഞ കഥകളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ്, ഇത് ദൃക്സാക്ഷി വിവരണമൊന്നും അല്ല. ദൃക്സാക്ഷി വിവരണമായിരിക്കണമെന്നില്ല, ഇത് പരിശുദ്ധാത്മാ പ്രേരിതമാൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണെങ്കിൽ അത് മതി. എന്നാൽ പുതിയ നിയമം പരിശോധിച്ച പണ്ഡിതന്മാർ, ഏറ്റവും അടുത്ത കാലത്ത് പണ്ഡിതന്മാർ പഠിച്ചിട്ട് പറഞ്ഞത് ഇത് കൃത്യമായി ദൃക്സാക്ഷി വിവരണമാണ്. എങ്ങനെ പറഞ്ഞു? തെളിവെന്താ? എങ്ങനെ പറഞ്ഞു? ഈ കഴിഞ്ഞ സമയത്ത് റിച്ചാർഡ് ബോക്കം എന്ന് പറഞ്ഞയാൾ ഒരു പഠനം നടത്തി. 1-ാം നൂറ്റാണ്ടിൽ, ഇത് തെളിവുകളിൽ ഒന്നാണ്, 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന, പലസ്തീനിൽ ഉണ്ടായിരുന്ന എല്ലാ യഹൂദ പേരുകളും, അത് ശവകുടീരത്തിന്മേൽ എഴുതി വെച്ചതാകട്ടെ, മറ്റ് യഹൂദ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതാകട്ടെ, എല്ലാ യഹൂദ പേരുകളും ഒരു യഹൂദ പണ്ഡിത സ്ത്രീ ആദ്യമായിട്ട് ശേഖരിച്ചു. ആ യഹൂദ പണ്ഡിത സ്ത്രീ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്രൈസ്തവ പണ്ഡിതൻ ഒരു പഠനവും നടത്തി. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ കുട്ടിച്ചായൻ എന്ന് പറഞ്ഞ ആരെങ്കിലും, ഒരു കൊച്ചുമകനുള്ള ആരെങ്കിലും നിങ്ങൾക്കുണ്ടോ? കുട്ടിച്ചായൻ ഇല്ല. കുട്ടിച്ചായൻ എന്ന് പറഞ്ഞാൽ ഒരു വല്യപ്പച്ചനുണ്ടാകും. കാലാകാലങ്ങളിൽ പേരുകൾ കാണിക്കുന്നത് അവരേത് കാലത്ത് ജീവിച്ചിരുന്നവരാണ്. സാറാമ എന്ന് പറഞ്ഞ അല്ല പേര്, ഇപ്പോൾ വരുന്ന പേര് സാറ എന്നാണ്. പേരുകൾക്ക് വ്യത്യാസം വരും. കാലഘട്ടത്തിനനുസരിച്ച് ചരിത്രത്തിൽ മുഴുവൻ പേരുകൾ വ്യത്യാസം വരും. പേരുകൾ കാലഘട്ടത്തിനനുസരിച്ച് മാത്രമല്ല വ്യത്യാസം വരുന്നത്, സ്ഥലം മാറുമ്പോഴും വ്യത്യാസം വരും. സ്ഥലം മാറുമ്പോഴും പേരുകൾക്ക് വ്യത്യാസം വരും. ഗോവയിലെ ക്രിസ്ത്യൻസിന്റെ പേരാണോ കേരളത്തിലെ ക്രിസ്ത്യൻസിന്റെ പേര്? അല്ല. കേരളത്തിലെ ക്രിസ്ത്യൻസിന് ഒരുതരം പേരുകളുണ്ട്, ഗോവയിലെ ക്രിസ്ത്യൻസിന് ഒരുതരം പേരുകളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പണ്ഡിതൻ പറയുന്നത്, അക്കാലത്തുണ്ടായിരുന്നതായ എല്ലാ ഗ്രന്ഥങ്ങളും ഒരുമിച്ച് വെച്ച് പേരുകളെല്ലാം വരിച്ച് ഒരുമിച്ച് ശേഖരിച്ച് നോക്കിയപ്പോൾ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പേരുകൾ, മേരി എന്ന പേര്, ഏറ്റവും സ്ത്രീകൾക്ക് ഏറ്റവും അന്നുണ്ടായിരുന്ന പേര് മേരി എന്നാണെങ്കിൽ പലസ്തീനിലുണ്ടായിരുന്ന പേരും മേരി എന്ന് തന്നെയാണ്. അങ്ങനെ പേരുകളുടെ സാദൃശ്യം വെച്ചുകൊണ്ട് ഒരു സ്ലൈഡ് ഉണ്ട്, PPT ഉണ്ട്. ആ PPT വെച്ച് കഴിഞ്ഞാൽ അത് ചാർട്ട് കാണാവുന്നതാണ്. ആ പേരുകളുടെ ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഈ പുസ്തകം എഴുതിയത് 1-ാം നൂറ്റാണ്ടിൽ പലസ്തീനിൽ ജീവിച്ചിരുന്നവർ തന്നെയാണ്. പലസ്തീനിൽ ജീവിച്ചിരുന്നവരല്ല ഈ പുസ്തകം എഴുതിയിരുന്നെങ്കിൽ പേരുകൾ അവർക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ലായിരുന്നു. കാരണം അന്ന് വിക്കിപീഡിയ ഒന്നും ഇല്ലല്ലോ, അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഗോവയിലെ പേരെന്താണ് എന്ന്, ഈജിപ്ത് എന്താണ് എന്ന് കണ്ടുപിടിക്കുവാൻ കൃത്യമായി അന്നുണ്ടായിരുന്ന പേരുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു തെളിവാണ്. ഈ തെളിവ് മാത്രമല്ല, ജനാബ് MM അക്ബർ മൗലവി വിശുദ്ധ ബൈബിളിനെതിരെ ഉപയോഗിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. MM അക്ബർ മൗലവിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, അദ്ദേഹം ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പേരുണ്ട് റെയ്മണ്ട് ഡി ബ്രൗൺ. ഇത് ലിബറൽ പണ്ഡിതന്മാരെയാണ് വിശുദ്ധ വേദപുസ്തകത്തിനെതിരെ അദ്ദേഹം ഉപയോഗിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, എന്നാൽ ഖുറാനെ വരുമ്പോൾ അദ്ദേഹം പറയുന്നത് ജോനാഥൻ AC ബ്രൗൺ. ബൈബിളിനെ വരുമ്പോൾ ലിബറൽ പണ്ഡിതൻ, ഖുറാനെ വരുമ്പോൾ, ഹദീസുകളെ വരുമ്പോൾ ജോനാഥൻ AC ബ്രൗൺ. എന്നാൽ എന്താ പ്രശ്നമെന്നറിയാമോ? ജോനാഥൻ AC ബ്രൗൺ പറയുന്നത് ലിബറൽ മാനദണ്ഡം ഉപയോഗിച്ചല്ല ഞാൻ പഠിച്ചിരിക്കുന്നത്. ജോനാഥൻ AC ബ്രൗൺ പറയുന്നത്, ലിബറൽ പണ്ഡിതന്മാർ ഏതെങ്കിലും കാര്യം പഠിക്കുമ്പോൾ, ജോനാഥൻ AC ബ്രൗൺ തന്നെ പറയുന്നതാണ്, അവരാദ്യമേ പറയുന്നത് നിഷ്കളങ്കനല്ല എന്ന് തെളിയിക്കപ്പെടുന്നിടം വരെ കുറ്റവാളിയാണ്. ആദ്യമേ കുറ്റവാളിയാണ് എന്നുള്ള നിഗമനത്തിലാണ് ലിബറൽ പണ്ഡിതന്മാർ പഠനം തുടങ്ങുന്നത്.
എന്നാൽ മറ്റുള്ള പണ്ഡിതന്മാർ പഠനം തുടങ്ങുന്നത്, കൺസർവേറ്റീവ് പണ്ഡിതന്മാർ പഠനം തുടങ്ങുന്നത് കുറ്റവാളിത്തം തെളിയിക്കപ്പെടുന്നിടം വരെ നിരപരാധിയാണ് എന്നുള്ള വീക്ഷണത്തിലാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ലിബറൽ പണ്ഡിതന്മാരുടെ മാനദണ്ഡം തള്ളിക്കളയുന്നു. ആ ജോനാഥൻ AC ബ്രൗണിനെ അംഗീകരിക്കുന്ന മൗലവി അതേ മാനദണ്ഡം തന്നെയല്ലേ വിശുദ്ധ ബൈബിളിനെ പഠിക്കാൻ ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കേണ്ടത്? ഖുറാനെ പഠിക്കുന്ന അതേ മാനദണ്ഡം തന്നെയല്ലേ അദ്ദേഹം ബൈബിളിനെ പഠിക്കുമ്പോഴും ഉപയോഗിക്കേണ്ടത്? അല്ല, ബൈബിളിനെ പഠിപ്പിക്കുമ്പോൾ ലിബറൽ പണ്ഡിതന്മാരെയും ഖുറാനെ പഠിക്കുമ്പോൾ കൺസർവേറ്റീവ് പണ്ഡിതന്മാരെയും ഉപയോഗിക്കുന്നത് ന്യായമാണോ? അല്ല. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു? അക്ബർ മൗലവി ഉയർത്തിയ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ വേണ്ടിയാണ്. അക്ബർ മൗലവി പറയുന്നത്, മത്തായിയുടെ സുവിശേഷം ആരെഴുതിയെന്ന് നമുക്ക് അറിയില്ല. അത് ശിഷ്യനായ മത്തായിയാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പണ്ഡിതന്മാർ ഭൂരിപക്ഷവും പറയുന്നത് ശിഷ്യനല്ല എന്നാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ലിബറൽ പണ്ഡിതന്മാരെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടത് ആവർത്തിക്കുന്നു? ഇന്ന് നമുക്ക് ലഭ്യമായ എല്ലാ മാനുസ്ക്രിപ്റ്റിലും ഒരു മാനുസ്ക്രിപ്റ്റിൽ പോലും തുടക്കത്തിൽ എഴുതി വെച്ചിട്ടില്ല ഇത് മത്തായിയുടേതല്ല എന്ന്. ലഭ്യമായിരിക്കുന്ന എല്ലാ മാനുസ്ക്രിപ്റ്റിലും അതിൻ്റെ തലക്കെട്ടിൽ അവർ എഴുതുമ്പോൾ എഴുതിയത് മത്തായിയുടെ സുവിശേഷം എന്ന് തന്നെയാണ്. അപ്പോൾ സംശയാസ്പദമായ എന്തെങ്കിലും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല ലിബറൽ പണ്ഡിതന്മാർ തുടങ്ങുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സംശയാസ്പദമായി എന്തെങ്കിലും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല ലിബറൽ പണ്ഡിതന്മാർ തുടങ്ങുന്നത്. ലിബറൽ പണ്ഡിതന്മാർ തുടങ്ങുന്നത് ഇത് മത്തായി എഴുതിയതല്ല ആണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ തെളിയിക്കണം. അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. ചരിത്രം മുഴുവൻ സാക്ഷ്യം വഹിക്കുമ്പോൾ അവർ പറയുന്നത് ചരിത്രം തെറ്റാണ് എന്നാണ്. എന്നാൽ മത്തായി ആണ് എന്നുള്ളതിന് ആന്തരിക തെളിവുകൾ ഒന്നുമില്ല എന്നാണ് അക്ബർ മൗലവി പറയുന്നത്. എന്നാൽ ആന്തരിക തെളിവുകൾ അനേകമാണ്. ഒന്ന്, അക്കാലത്തെ എഴുത്തുകാർ തേർഡ് പേഴ്സണിൽ എഴുതുന്നതായ ഒരു സ്വഭാവം അവർക്കുണ്ട്. അക്കാലത്തെ എഴുത്തുകാരിൽ പലർക്കുമുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം നാം വായിച്ചു വരുമ്പോൾ മത്തായി തന്നെ സ്വയം പരിചയപ്പെടുത്തുന്ന പല ഭാഗങ്ങളിലും അദ്ദേഹം തേർഡ് പേഴ്സണിൽ എഴുതിയിട്ടുണ്ട്. ഉദാഹരണം എന്ത്? ലൂക്കോസിന്റെ സുവിശേഷം 5:29 അവിടെ ലേവി തൻ്റെ വീട്ടിൽ, ഇത് മത്തായിയെ പറ്റിയാണ് പറയുന്നത്, അപ്പോസ്തലനായ മത്തായിയെ പറ്റിയാണ് പറയുന്നത്. ലേവി തൻ്റെ വീട്ടിൽ, ലേവി എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, തൻ്റെ വീട്ടിൽ. മാർക്കോസിന്റെ സുവിശേഷം 2:14-15 അതേ സംഭവം വിവരിക്കുമ്പോഴും ലേവിയുടെ വീട്ടിൽ. എന്നാൽ മത്തായി 9:10 അത് തേർഡ് പേഴ്സണിലാണ് അതേ സംഭവം വിവരിച്ചിരിക്കുന്നത്. അക്കാലത്തെ എഴുത്തുകാർ സ്വയം എഴുതുമ്പോൾ എഴുതുന്ന ഒരു ശൈലിയിൽ തന്നെയാണ് മത്തായിയെപ്പറ്റി മത്തായി എഴുതുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഉള്ളത്. ഒന്നാമത്തെ തെളിവ്. 2, അപ്പോസ്തലനായ മത്തായി ഒരു ടാക്സ് കളക്ടറായിരുന്നു എന്നുള്ള വസ്തുത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോസ്തലനായ മത്തായി ടാക്സ് കളക്ടറായിരുന്നുവെങ്കിൽ അദ്ദേഹം സാമ്പത്തിക കാര്യങ്ങളെ പറ്റി എഴുതുമ്പോൾ സാധാരണ എഴുതുന്ന ആളുകൾ എഴുതുന്ന പദങ്ങളല്ല ഉപയോഗിക്കേണ്ടത്, അല്ലേ? സാധാരണ നമ്മൾ ഒരു രോഗത്തെപ്പറ്റി പറയുന്ന പദങ്ങളല്ല ഒരു ഡോക്ടർ അതേ രോഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ടത്. കാരണം അവരവരുടെ പ്രൊഫഷൻ്റെതായ വ്യത്യാസങ്ങൾ, വാക്കുകൾ അതിൽ കാണണം. മത്തായിയുടെ സുവിശേഷം നാം വായിക്കുമ്പോൾ ഇത് ഒരു ടാക്സ് കളക്ടർ എഴുതിയ രീതിയാണോ അല്ലയോ എന്ന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഫൈനാൻഷ്യൽ പദങ്ങളെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 17:24, 17:25, 18:24-25 ഈ വാക്യങ്ങളിലെല്ലാം മത്തായി ഉപയോഗിക്കുന്ന ഫൈനാൻഷ്യൽ പദങ്ങൾ കൃത്യമായി അന്ന് ഫൈനാൻസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പദമാണ്. ഒന്ന്, സാധാരണയായിട്ട് പറഞ്ഞാൽ സാധാരണക്കാർ നമ്മൾ പറയും ടാക്സ്, എല്ലാത്തിനും നമ്മൾ ടാക്സ് എന്ന് പറയും. എന്നാൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അതേ കാര്യങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹം അത് വേർതിരിച്ചെഴുതും.
അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇദ്ദേഹം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അതേപോലെ മത്തായിയുടെ സുവിശേഷം പരിശോധിക്കുന്ന എല്ലാവർക്കും അത് അപ്രകാരം തന്നെ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഫൈനാൻഷ്യൽ പദങ്ങളാണ് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വരുമ്പോഴും കാണാവുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1:3, അപ്പോസ്തല പ്രവൃത്തി 1:1 നമ്മൾ വായിക്കുമ്പോൾ ഒരേ വ്യക്തി തന്നെയാണ് ഈ രണ്ട് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്, അല്ലേ? ഒരേ വ്യക്തി തന്നെയാണ് രണ്ട് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇതേ വ്യക്തി അപ്പോസ്തല പ്രവൃത്തി 20:5-16, 21:1-18, 27:1-28, 28:16 ഈ ഭാഗങ്ങളെല്ലാം പറയുന്നത് ഞങ്ങൾ പൗലോസിനോടുകൂടുള്ള മിഷണറി യാത്രയിൽ അദ്ദേഹം പറയുന്നത്, ഈ എഴുത്തുകാരൻ പറയുന്നത് ഞങ്ങൾ എന്ന പദമാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനോടുകൂടെ മിഷണറി യാത്രയിൽ പങ്കെടുത്തതായ വ്യക്തിയാണ് ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും എഴുതിയിരിക്കുന്നത് എന്ന് ആന്തരിക തെളിവുകൾ ഞാൻ പറയാൻ കാരണം അക്ബർ മൗലവി പറയുന്നത് ആന്തരിക തെളിവുകൾ ഒന്നുമില്ലെന്നാണ്. ചില തെളിവുകൾ മാത്രമാണ് ഞാൻ നൽകുന്നത്. അതേപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ ഫൈനാൻഷ്യൽ പദങ്ങൾക്ക് കൃത്യം പദങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ വൈദ്യനായ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ എന്ത് കാണണം? മെഡിക്കൽ പദങ്ങളെ പറ്റി അദ്ദേഹം ഉപയോഗിക്കുന്ന പദങ്ങൾ കൃത്യം ആയിരിക്കണം. അന്നത്തെ വൈദ്യശാസ്ത്രത്തിൽ അവരുപയോഗിക്കുന്ന പദങ്ങൾ തന്നെ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ മെഡിക്കൽ പദങ്ങളെ പറ്റി നമ്മൾ കാണേണ്ടതാണ്. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 13:11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 18 വർഷം കൂനുണ്ടായിരുന്ന ഒരു സ്ത്രീയെ പറ്റി വായിക്കാം. ഇതേ സംഭവം നിങ്ങൾ പോയി മറ്റു സുവിശേഷങ്ങളിലും വായിച്ചു. പക്ഷെ മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലൂക്കോസ് എഴുതുമ്പോൾ ഒരു വൈദ്യൻ എന്നുള്ള നിലയിൽ ഈ രോഗത്തിന്റെ ചരിത്രം കൂടി അദ്ദേഹം രേഖപ്പെടുത്തും. കാരണം അങ്ങനെയല്ലേ വൈദ്യന്മാർ ചെയ്യുന്നത്. അദ്ദേഹം ഇതിന്റെ ചരിത്രം കൂടി എഴുതും. അന്ന് മാത്രമല്ല, കൃത്യമായി എവിടെയായിരുന്നു കൂൻ എന്നുള്ളതും കൂടെ ഒരു വൈദ്യൻ എന്നുള്ള നിലയിൽ ലൂക്കോസ് കൃത്യമായിട്ട് പറയും. അതുപോലെ തന്നെ കുഷ്ഠരോഗിയുടെ ചെറിയ ഉദാഹരണങ്ങളാണ്. മർക്കോസ് 1:40, മത്തായി 8:2 ഇവിടെ കുഷ്ഠരോഗി എന്ന് മാത്രം പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇതേ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഒരു വൈദ്യന്റെ ശ്രദ്ധയോടുകൂടെ കുഷ്ഠം നിറഞ്ഞ വ്യക്തി എന്നാണ് എഴുതുന്നത്. കുഷ്ഠത്തിന്റെ സ്റ്റേജും കൂടെ അദ്ദേഹം വ്യക്തമാക്കി എഴുതും. ഇത് ആന്തരിക തെളിവുകളാണ്. അതേപോലെ തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷവും ആന്തരിക തെളിവുകൾ. ഇത് യോഹന്നാനും മർക്കോസും എഴുതിയതാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. എന്നാൽ ആന്തരിക തെളിവുകൾ മാത്രമല്ല പ്രിയ സ്നേഹിതരെ, ഞാൻ പറഞ്ഞതുപോലെ ചരിത്രത്തിലെങ്ങും ഇവരല്ല എന്നുള്ളതിന് സംശയിപ്പിക്കുന്നതായ ഒരു തെളിവ് പോലുമില്ല. മറിച്ച് AD 180 ജീവിച്ചിരുന്ന സഭാപിതാവായ ഐറന്യോസ്, നിങ്ങൾ ഓർക്കണം, അപ്പോസ്തലന്മാരുടെ മരണശേഷം ഏതാണ്ട് 100 വർഷത്തിനുള്ളിൽ ജീവിച്ചിരുന്ന യോഹന്നാൻ ശിഷ്യനായ പോളികാർപ്പിന്റെ ശിഷ്യനായ ഐറന്യോസ്, യോഹന്നാന്റെ ശിഷ്യനായ പോളികാർപ്പിന്റെ ശിഷ്യനായ ഐറന്യോസ് അദ്ദേഹത്തിന്റെ എഗെയിൻസ്റ്റ് ഹെറസി എന്ന പുസ്തകത്തിൽ പറയുന്നത്, ഇത് മത്തായിയുടെ സുവിശേഷം മത്തായി എഴുതി എന്ന് മാത്രമല്ല, അതിൻ്റെ ഉള്ളടക്കം എന്ത് എന്ന് അദ്ദേഹം സംഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോസ്തലനായ മത്തായി ആദ്യം ഇതല്ലേ എഴുതിയത്, അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇതല്ലേ എഴുതിയത്, അദ്ദേഹം അതിനെ തുടർന്ന് ഇതല്ലേ എഴുതിയത് എന്ന് ചോദിച്ച് ഈ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു സാര സംഗ്രഹം അദ്ദേഹം തരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിന്റെ മാത്രമല്ല, മർക്കോസിന്റെ സുവിശേഷത്തെ പറ്റിയും ലൂക്കോസിന്റെ സുവിശേഷത്തെ പറ്റിയും യോഹന്നാന്റെ സുവിശേഷത്തെ പറ്റിയും ഇതേപോലെ തന്നെ വ്യക്തമായി അദ്ദേഹം എഴുതുന്നു. ഇവരാണ് എഴുതിയത്. ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്? യോഹന്നാന്റെ ശിഷ്യനായ പോളികാർപ്പിന്റെ ശിഷ്യനായ ഐറന്യോസ്. ഈ ചരിത്ര സാക്ഷ്യത്തെ നമ്മൾ അവിശ്വസിക്കേണ്ടതായിട്ടുണ്ടോ? ആന്തരികമായി നോക്കിയാലും ചരിത്ര സാക്ഷ്യം നോക്കിയാലും
ഇവരെഴുതിയതാണ് എന്ന് വ്യക്തമായ തെളിവുകളാണ് മുഴുവൻ. പ്രിയ സ്നേഹിതരെ, ഇതിന്റെ ലിബറൽ പണ്ഡിതന്മാരെ ആശ്രയിച്ച ജനാബ് എം അക്ബർ മൗലവി ഖുറാൻ ഒന്ന് എടുത്തു വായിക്കുവാൻ തയ്യാറാകുമോ? അദ്ദേഹം പറയുന്നത് ഖുറാൻ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടിയ വചനമാണ്. അതിൽ അള്ളാഹു ആണ് സംസാരിക്കുന്നത്. അള്ളാഹു നേരിട്ട് സംസാരിക്കുന്നത് കൊണ്ട് അത് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടിയ വചനമാണ്. പ്രിയ സ്നേഹിതരെ, ജനാബ് എം അക്ബർ മൗലവിയോട് നമ്മൾ പറയുന്നത് 1-ാം അധ്യായം സൂര 1:4 ഖുറാൻ പറയുന്നത്, നിന്നെ മാത്രം ഞങ്ങൾ വണങ്ങുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് അള്ളാഹു ആണ് പറയുന്നത്. അള്ളാഹു നേരിട്ട് പറഞ്ഞ കാര്യങ്ങളെ ഈ ഖുറാനിലുള്ളെന്നാണ് പറയുന്നത്. പറക എന്ന് പറഞ്ഞിട്ടുമല്ല ഇത് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞിട്ടുമല്ല സൂര 1 ഇവിടെ പറയുന്നത്. നിന്നെ മാത്രം ഞങ്ങൾ വണങ്ങുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് മാത്രമല്ല, സൂര 19:64 നിന്റെ നാഥന്റെ കൽപ്പന അനുസരിച്ചല്ലാതെ ഞങ്ങൾ ഇറങ്ങി വരികയില്ല. അതിനു മുമ്പും പറയുന്നില്ല. ആരാണ് പറയുന്നത്? ഇപ്പോഴുള്ള ഖുറാനിലെല്ലാം ബ്രാക്കറ്റിൽ മലക്കുകൾ പറയുന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഖുറാനിൽ അങ്ങനില്ല. അള്ളാഹു ആണ് ഇത് പറയുന്നെങ്കിൽ എത്ര പേരുണ്ട് അള്ളാഹു? നിന്റെ നാഥന്റെ കൽപ്പന അനുസരിച്ചിട്ടല്ലാതെ ഞങ്ങൾ ഇറങ്ങി വരത്തില്ലെന്ന് ആര് പറഞ്ഞു? എം അക്ബർ മൗലവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞു. നിങ്ങൾ ഇതിന്റെ ആവശ്യകതയെ പറ്റി ഒന്ന് കേട്ടു നോക്കണം. രണ്ടാമത്, നമ്മൾ ആദ്യമായി ചിന്തിച്ചു ഖുറാൻ മാത്രമായാൽ മുസ്ലിമിന് അത് പര്യാപ്തമായ പുസ്തകമല്ല. മുസ്ലിമിന് പര്യാപ്തമായ പുസ്തകം എന്ന് പറയണമെങ്കിൽ അക്ബർ മൗലവി തന്നെ സമ്മതിക്കുന്നത് കുറഞ്ഞത് ഹദീസെങ്കിലും വേണം. ഈ ഹദീസ് മുഴുവൻ ദൃക്സാക്ഷികളായിരുന്നു എഴുതിയത്. ദൃക്സാക്ഷികളാ. ബൈബിളിനെ വിമർശിക്കുന്ന എം അക്ബർ മൗലവി അതേ മാനദണ്ഡം തന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല? അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. എം അക്ബർ മൗലവി പറയുന്നത്, പ്രവാചകനിൽ നിന്ന് പ്രവാചകന്റെ സഹായികൾ കേട്ടു, അവരിൽ നിന്ന് അവരുടെ ശിഷ്യന്മാർ കേട്ടു, അവരിൽ നിന്ന് അവരുടെ ശിഷ്യന്മാർ കേട്ടു. അങ്ങനെ 3-ാം തലമുറയായപ്പോഴത്തേന് അവർ കേട്ടത് ആരിൽ നിന്ന് കേട്ടു എന്നത് ഉൾപ്പെടെ അങ്ങ് എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് ജനാബി എം അക്ബർ മൗലവി പറയുന്നത്. അക്ബർ മൗലവി പരിചയപ്പെടുത്തിയ പുസ്തകമായതുകൊണ്ട് ഈ പുസ്തകം ഞാൻ ഒന്നിരുന്ന് വായിച്ചു. ഇനി അങ്ങനെ തന്നെയാണോ എന്ന് അക്ബർ മൗലവി പറയുന്ന പണ്ഡിതനെ നമ്മളൊന്ന് വായിക്കണമല്ലോ. അങ്ങനെ വായിച്ചപ്പോൾ ഇദ്ദേഹം ഇതിൽ പറയുന്നത് പേജ് 19, ജോനാഥൻ AC ബ്രൗണ് പേജ് 19, അദ്ദേഹം പറയുന്നത് ആദ്യം പറഞ്ഞവർ പോലും മുഹമ്മദിൽ നിന്ന് എല്ലാം ഒന്നും കേട്ടിട്ടുള്ളതല്ല. ഉദാഹരണം തരാം, തെളിവുകൾ തരാം. ജോനാഥൻ AC ബ്രൗണ് പേജ് 19 ഹദീസ് പുസ്തകം എം അക്ബർ മൗലവി തിരുവല്ലയിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ പുസ്തകത്തിലെ 19-ാം പേജ്. ആ 19-ാം പേജിൽ അദ്ദേഹം പറയുന്നത് അബൂ ഹുറൈറ, ഏറ്റവും അധികം ഹദീസുകൾ വന്നിട്ടുള്ളത് ഈ അബൂ ഹുറൈറയിൽ നിന്നാണ്. അബൂ ഹുറൈറ അപൂർവമായിട്ട് മാത്രമേ പ്രവാചകനിൽ നിന്ന് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം അദ്ദേഹം എവിടുന്നാ കേട്ടത്? അബൂ ഹുറൈറ ഞാൻ പ്രവാചകനിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പ്രവാചകനിൽ നിന്ന് കേട്ടത്. അല്ലാതെ അബൂ ഹുറൈറ പറയും പ്രവാചകൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് കേട്ടതല്ല, അദ്ദേഹത്തോട് ആരൊക്കെയോ ചിലപ്പോൾ പറഞ്ഞു കൊടുത്തതായിരിക്കാം. ഇത് ദൃക്സാക്ഷി വിവരണമാ. ഇതേപോലെ ഇബ്ൻ അബ്ബാസ്, അബൂ ഹുറൈറ മാത്രമല്ല ഹദീസുകൾ ലഭിച്ചിരിക്കുന്നതായ മറ്റൊരാളാണ് ഇബ്ൻ അബ്ബാസ്. ഇബ്ൻ അബ്ബാസിന് 9-ഓ 14-ഓ അത് കൃത്യമായി നമുക്കറിയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആയിരുന്നപ്പോൾ ഹസ്രത്ത് മുഹമ്മദ് മരിച്ചു. ഇബ്ൻ അബ്ബാസിന് 9-ഓ 14-ഓ വയസ്സായിരുന്നപ്പോൾ ഹസ്രത്ത് മുഹമ്മദ് മരിച്ചു. 1700 ഹദീസുകൾ തന്ന ഇബ്ൻ അബ്ബാസ് 40 മാത്രമേ നേരിട്ട് കേട്ടിട്ടുള്ളൂ. ഞാൻ പറയുന്നതല്ല,
ഷെയ്ഖ് ജോനാഥൻ AC ബ്രൗൺ അക്ബർ പറഞ്ഞ പണ്ഡിതൻ പറയുന്നതാ. അദ്ദേഹം 1700 ഹദീസുകളിൽ 40 മാത്രമേ അദ്ദേഹം കേട്ടിട്ടുള്ളൂ. ബാക്കി ആരുടെ കയ്യിൽ നിന്ന് കേട്ടു? നമുക്ക് അറിയാൻ യാതൊരു വഴിയും ഇല്ല. ഈ പുസ്തകം എടുത്തിട്ടാണ് ഇദ്ദേഹം നമ്മുടെ നിന്ന് പ്രസംഗിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം ദൃക്സാക്ഷി വിവരണമേ അല്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു ദൃക്സാക്ഷി വിവരണമല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം. മറ്റൊരാരോപണമായി അദ്ദേഹം പറഞ്ഞത് ഈ പുതിയ നിയമത്തെയൊക്കെ അംഗീകരിച്ചത് AD 325 കൂടിയ ഒരു കൗൺസിലാണ്, നൈസിയൻ കൗൺസിൽ. നൈസിയൻ കൗൺസിലാണ് ഈ പുസ്തകത്തെ 4 സുവിശേഷങ്ങളെ ഒരുമിച്ച് ചേർത്ത ശേഷം ബാക്കി എല്ലാ സുവിശേഷങ്ങളെ അവരങ്ങ് കത്തിച്ചു കളഞ്ഞു എന്നാണ് ജനാബ് MM അക്ബർ മൗലവി പറഞ്ഞത്. അത് പ്രോഗ്രാം കേട്ടവർക്കറിയാം. ജനാബ് MM അക്ബർ മൗലവി പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ജനാബ് MM അക്ബർ മൗലവിയെ ഇന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നൈസിയൻ കൗൺസിലിൽ വിശുദ്ധ ബൈബിളിനെ പറ്റി ചർച്ച നടന്നിരുന്നു എന്നുള്ളതിന് ചരിത്രപരമായി എന്തെങ്കിലും തെളിവ് ഇദ്ദേഹത്തിനുണ്ടോ? നൈസിയൻ കൗൺസിലിൽ അങ്ങനെ ഒരു ചർച്ചയെ നടന്നിരുന്നില്ല. നൈസിയൻ കൗൺസിലിൽ നടന്നിരുന്ന ചർച്ച എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ദൈവീകത എപ്രകാരമുള്ള ദൈവീകതയാണെന്നുള്ളതിനെ പറ്റിയാണ് നൈസിയൻ കൗൺസിലിൽ നടന്ന ചർച്ച. അത് നമ്മുടെ ബഹുമാനീയനായ പാസ്റ്റർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് നൈസിയൻ കൗൺസിലിൽ നടന്ന ചർച്ചയാണ്. ചർച്ചയിൽ ഇല്ലാത്ത കാര്യം കൂടെ ചർച്ചയിലാക്കിയാണ് ഇദ്ദേഹം പണ്ഡിതനായിട്ട് തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അവതരിപ്പിച്ചത്. ഡാവിഞ്ചി കോഡ് പുസ്തകത്തിലാണ് അതുള്ളത്. അന്നു ഡാവിഞ്ചി കോഡ് പുസ്തകം വായിച്ചിട്ടാണ് അദ്ദേഹം അവിടെ ചരിത്രമാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത്. പ്രിയ സ്നേഹിതരെ, ബൈബിളിൻ്റെ ഇന്ന് ഏറ്റവും വലിയ വിമർശകനായ, ബൈബിളിനെ ഏറ്റവും ശക്തമായി വിമർശിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനാണ് ബാർട്ട് ഹെർമൻ. ബാർട്ട് ഹെർമനെ പറ്റി അറിയാവുന്നവർക്കറിയാം. ബൈബിളിനെതിരെ ശക്തിയുക്തം ഏറ്റവും അധികം വിമർശിക്കുന്ന പണ്ഡിതനാണ്. ആ പണ്ഡിതൻ പറയുന്നത് ഈ നൈസിയൻ കൗൺസിൽ പുസ്തകം ശേഖരിച്ചു എന്ന് പറയുന്നവന്മാർ പറയുന്നത് ശുദ്ധ അബദ്ധമാ. അങ്ങനെ ഒന്ന് നടന്നിട്ടില്ല. ഈ കഥകളൊക്കെ വായിച്ചിട്ട് മൗലവി ചരിത്രം കൂടി ഒന്ന് പഠിച്ചു നോക്കണ്ടേ? അല്ലെങ്കിൽ കേൾക്കുന്ന ക്രിസ്ത്യാനികൾ എന്തു തോന്നും? പ്രിയ സ്നേഹിതരെ, MM അക്ബർ മൗലവി അത് കഴിഞ്ഞ് പറഞ്ഞത് ഈ നോസ്റ്റിക് ഗോസ്പെൽസ് എല്ലാം, ബാക്കിയുള്ള പുസ്തകങ്ങളെല്ലാം ക്രൈസ്തവർ ശേഖരിച്ചങ്ങ് കത്തിച്ച് കളഞ്ഞു. അതും ചരിത്രമൊന്നുമല്ല, കഥയിൽ നിന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഒരു ചോദ്യം അവിടെയുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത്, ബാക്കിയുള്ള പുസ്തകങ്ങൾ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഗോസ്പൽ ഓഫ് തോമസ്, ഗോസ്പൽ ഓഫ് പീറ്റർ എന്നുള്ള പുസ്തകങ്ങളെല്ലാം കഥകളിലും ഇൻ്റർനെറ്റിലും ഒക്കെ ലഭ്യമാണ്. ആ പുസ്തകങ്ങളെ സഭ അംഗീകരിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഗോസ്പൽ ഓഫ് ബർണബാസ് ഉണ്ട്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഈ പുസ്തകങ്ങളെ സഭ അംഗീകരിക്കാതിരുന്നത് എന്തുകൊണ്ട്? പ്രിയ സ്നേഹിതരെ, സഭ അംഗീകരിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ആ മാനദണ്ഡങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് തന്നെ ലഭിച്ച മാനദണ്ഡങ്ങളാണ്. വിശുദ്ധ ബൈബിൾ നമ്മൾ മുമ്പേ വായിച്ചു. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എഴുതിയിരിക്കുന്നതിനപ്പുറം ഭവിക്കാതെ ഇരിക്കുവാൻ. അന്ന് സഭ ഉപയോഗിച്ച ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്, വിശുദ്ധ ബൈബിൾ നൽകപ്പെട്ടത്, എഴുതപ്പെട്ടത് അപ്പോസ്തലിക കാലത്ത് അപ്പോസ്തലന്മാരോ അവരുടെ സഹായികളോ ശിഷ്യന്മാരോ എഴുതിയ പുസ്തകങ്ങൾ മാത്രമേ വിശുദ്ധ വേദപുസ്തകത്തിൽ അംഗീകരിച്ചെന്നുള്ളൂ. ഇതൊരു മാനദണ്ഡമാണ്. കാരണം അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ എഴുതിയതിനപ്പുറം ഭവിക്കാതെ ഇരിക്കുവാൻ. അപ്പോസ്തലന്മാരുടെ കാലശേഷം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ഒന്നും തന്നെയും സഭ അംഗീകരിച്ചില്ല. ഞാൻ എന്താണ് ഈ പറയുന്നത്? അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞ ശേഷം ഉടനെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പോലും എഴുതിയ ഗ്രന്ഥങ്ങൾ പറഞ്ഞില്ല. കാരണം അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ എഴുതിയിരിക്കുന്നതിനപ്പുറം ഭവിക്കാതെ ഇരിക്കുവാൻ, എഴുതിയിരിക്കുന്നതിനപ്പുറം നിങ്ങൾ പോകരുത്. ഇതിൻ്റെ പ്രാധാന്യം എന്ത്? ഒരൊറ്റ
പുസ്തകം പോലും ഈ ഗോസ്പൽ ഓഫ് തോമസ് എന്നും ഗോസ്പൽ ഓഫ് ബർണബാസ് എന്നും ഗോസ്പൽ ഓഫ് പീറ്റർ എന്നും പറയുന്ന ഈ ഒരൊറ്റ പുസ്തകം പോലും 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പുസ്തകമല്ല. അപ്പോസ്തലിക കാലഘട്ടത്ത് എഴുതപ്പെട്ട പുസ്തകമേ അല്ല. അപ്പോസ്തലിക കാലഘട്ടത്ത് എഴുതപ്പെട്ട പുസ്തകമല്ലാത്തത് കൊണ്ട് തന്നെ അവ താനേ തിരസ്കരിക്കപ്പെടും. പിന്നെ ചില പണ്ഡിതന്മാർക്ക് ഒരു അഭിപ്രായമുണ്ട്. ഗോസ്പൽ ഓഫ് തോമസ് എന്ന് പറഞ്ഞ പുസ്തകം അപ്പോസ്തലിക കാലഘട്ടത്തിൽ ഒരു പക്ഷേ എഴുതപ്പെട്ടതായിരിക്കുമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. നമുക്ക് ഗോസ്പൽ ഓഫ് തോമസ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കാം. എന്താ ഈ ഗോസ്പൽ ഓഫ് തോമസ് നിങ്ങളൊന്ന് എടുത്ത് വായിച്ച് നോക്കിയിട്ട് പറ, ഈ ഗോസ്പൽ ഓഫ് തോമസ് ദൈവത്തിൻ്റെ വചനമാണോ അല്ലയോ എന്നുള്ളത്. ഗോസ്പൽ ഓഫ് തോമസ് വാക്യം 7: മനുഷ്യനെ തിന്നുന്ന സിംഹം ഭാഗ്യവാൻ, എന്തെന്നാൽ സിംഹം മനുഷ്യനായിത്തീരും. സിംഹം തിന്നുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. എങ്ങനെയുണ്ട്? ഗോസ്പൽ ഓഫ് തോമസ് 114. പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുന്നതായിട്ട് പറയുകയാണ്, കർത്താവേ, ഈ മേരി നമ്മളെ വിട്ടു പോകട്ടെ, കാരണം സ്ത്രീകൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ലല്ലോ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നതായിട്ട് ആ പുസ്തകത്തിൽ പറയുന്നതാണ്, ഇല്ല, മേരി നമ്മോടുകൂടെ ഇരിക്കട്ടെ, ഞാൻ അവളെ ഒരു പുരുഷനായി തീർക്കും. ഇങ്ങനെ പുരുഷനായി തീരുന്ന ഏതു സ്ത്രീയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. ഈ പുസ്തകം നമ്മൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ലെന്നാണ് ജനാബ് MM അക്ബർ മൗലവിയുടെ ചോദ്യം. ഇതിന് നമ്മൾ എന്ത് ഉത്തരം പറയാനാ പ്രിയ സ്നേഹിതരെ? ഇതൊന്ന് എടുത്ത് വായിച്ചു നോക്കുക എന്നുള്ളതല്ലാതെ എന്തുത്തരം പറയുവാനാണ്? നമ്മുടെ 4 സുവിശേഷങ്ങൾ പോലെയാണോ ഈ പറയുന്ന ഗോസ്പൽ ഓഫ് തോമസ്? അപ്പോസ്തലിക കാലഘട്ടത്ത് എഴുതപ്പെട്ട ഒരു പുസ്തകമില്ല. ഇനി വാദത്തിന് വേണ്ടി ഗോസ്പൽ ഓഫ് തോമസ് അപ്പോസ്തലിക കാലഘട്ടത്ത് എഴുതപ്പെട്ടതാണെന്ന് സമ്മതിച്ചാൽ തന്നെയും അതിൻ്റെ ഉള്ളടക്കം ഒന്ന് എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും ഇത് എന്തുകൊണ്ട് സഭ അംഗീകരിച്ചില്ല എന്ന്. തന്നെയല്ല, അതെല്ലാം നോസ്റ്റിക് ഗോസ്പലുകളായിരുന്നു. ഇതേപോലെ തന്നെയാണ് ഗോസ്പൽ ഓഫ് ബർണബാസ് എന്ന് പറഞ്ഞ ഇന്ന് മുസ്ലിങ്ങൾ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന മറ്റൊരു സുവിശേഷം, ഗോസ്പൽ ഓഫ് ബർണബാസ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ രേഖ മാനുസ്ക്രിപ്റ്റ് നമുക്ക് കിട്ടിയത് എപ്പോഴത്തെയാണെന്നറിയാമോ? 13-ാം നൂറ്റാണ്ടിലെ 13-ാം നൂറ്റാണ്ടിലെ ഇത് ആണ് മാനുസ്ക്രിപ്റ്റ് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അതിനകത്ത് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാമോ? മുഹമ്മദാണ് മെസ്സിയ, മുഹമ്മദാണ് മസിഹ, യേശു ക്രിസ്തു ദൈവമല്ല. ഈ പുസ്തകത്തെ പറ്റി പൊതുവേ പണ്ഡിതന്മാർ പറയുന്നത്, ഞാനിത് മറ്റ് പല വേദികളിലും ഇതിൻ്റെ സുദീർഘമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാസറ്റ് പുറത്തു നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും കിട്ടുന്നതാണ്. ഈ പുസ്തകം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ, നല്ല പണ്ഡിതന്മാർ പോകട്ടെ, നിങ്ങൾ സ്വയമേ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചരിത്രാബദ്ധങ്ങളാൽ നിറഞ്ഞതാണ്. അതിനകത്ത് പറയുന്നത് ജൂബിലി എന്ന് പറയുന്നത് എത്ര വർഷമാണ്? ജൂബിലി എത്ര വർഷമാണ്? 50. പക്ഷേ ഈ ഗോസ്പൽ ഓഫ് ബർണബാസി പറയുന്നത് ജൂബിലി 100 വർഷമാണ്. കാരണം എന്താണെന്നറിയാമോ? ആ 13-ാം നൂറ്റാണ്ടിന് മുമ്പ് ജീവിച്ചിരുന്ന പോപ്പ് പറഞ്ഞു, ഇനിയും മുതൽ ജൂബിലി 100 വർഷമാണ്. 13-ാം നൂറ്റാണ്ടിൽ ഇത് എഴുതിയ ഏതോ മുസ്ലിം അത് കേട്ടിട്ട് എഴുതി ജൂബിലി 100 വർഷമാകുന്നു. പക്ഷെ പിന്നീട് വന്ന പോപ്പ് പറഞ്ഞു, അങ്ങനെയല്ല, ജൂബിലി 50 വർഷം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചരിത്ര അബദ്ധമായിട്ട് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. അതാണ് അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നത്, ഈ 4 സുവിശേഷങ്ങളല്ലാതെ മറ്റു സുവിശേഷങ്ങളുണ്ടല്ലോ, ഏത്? ഗോസ്പൽ ഓഫ് ബർണബാസ്, ഗോസ്പൽ ഓഫ് തോമസ്, ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കാത്തത് എന്താണ്? കേട്ടിരിക്കുന്ന പാവപ്പെട്ട മുസ്ലിം സ്നേഹിതന്മാർ
അവർ ചിന്തിച്ചു പോകും, ക്രൈസ്തവർ എന്തോ അക്രമം നടത്തിയിരിക്കുന്നു. ക്രൈസ്തവർ ഒരു അക്രമവും നടത്തിയിട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ചരിത്ര സാക്ഷ്യം കൂടി ആവർത്തിക്കട്ടെ. ഐറന്യോസ് AD 180 പറഞ്ഞത് 4 സുവിശേഷങ്ങളെ ഞങ്ങൾക്കുള്ളൂ. മത്തായിയുടെ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. AD 180 സഭാപിതാവ് പറഞ്ഞതിനെയാണ് ഇദ്ദേഹം പറയുന്നത്. അല്ല, AD 325 ഇത് നിശ്ചയിച്ചതെന്ന്. AD 180 എഴുതിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം പറയുന്നത് AD 325 എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥമായ ഡാവിഞ്ചി കോഡിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, ഇതേ മാനദണ്ഡം തന്നെ നമുക്ക് ഖുറാനെയും ഒന്ന് പരിശോധിക്കണമല്ലോ. ബൈബിളിനെതിരെ ഇത്രയും വിമർശനങ്ങൾ ഉയർത്തുന്ന മൗലവി അതേ മാനദണ്ഡം ഉപയോഗിച്ച് ഖുറാനെയും പഠിക്കുവാൻ തയ്യാറാകുമോ എന്ന് ഒന്ന് പരിശോധിക്കണമല്ലോ.